ഇന്ന് പുലർച്ചെ മദീനയിൽ അന്തരിച്ച നസീറിന്റെ മൃതദേഹം ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പരേതനോടുള്ള ആദരസൂചകമായി നഗരത്തിൽ പലയിടങ്ങളിലും കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. പ്രേം നസീറിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് നിയമസഭാ സമ്മേളനം അരമണിക്കൂർ നിർത്തിവച്ചു. നസീറിന്റെ ഭൌതിക ശരീരത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വിമാനത്താവളത്തിൽ മന്ത്രിമാരും എംഎൽഎമാരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും ചലച്ചിത്ര ലോകത്തിലെ നസീറിന്റെ സഹപ്രവർത്തകരും ആരാധകരും അടക്കം നിരവധി പേർ സന്നിഹിതരായിരുന്നു. സ്പീക്കർ ശ്രീ വർക്കല രാധാകൃഷ്ണൻ, മന്ത്രിമാരായ ശ്രീ ടി കെ രാമകൃഷ്ണൻ, ശ്രീ മീന ലോഹിതദാസ്, കെപിസിസിഐ പ്രസിഡന്റ് ശ്രീ എ കെ ആന്റണി, കോൺഗ്രസ് ഐ നിയമസഭാ കക്ഷി ഉപനേതാവ് ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങി പല നേതാക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. തെക്കുറിശി സുകുമാരൻ നായർ, മമ്മൂട്ടി, മോഹൻലാൽ, ബാലചന്ദ്രമേനോൻ, നവോദയ അപ്പച്ചൻ, തലേക്കുന്നിൽ ബഷീർ MP എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. വിങ്ങുന്ന ഹൃദയവുമായി കാത്തുനിൽക്കുന്ന ജനാവലി. ഓർമ്മകളിലെ നായകന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം തിരുവനന്തപുരത്ത്. സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ മായ്ക്കാനാവാത്ത വിധം പതിഞ്ഞുപോയ ആ ചിരി ഇനി കാണില്ല. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ആ മധുര ശബ്ദം ഇനി കേൾക്കില്ല. ആ മുഖം ഒരു നോക്ക് കാണുവാനുള്ള കരുത്തില്ലാതെ പലരും മാറി നിന്ന് കരഞ്ഞു. അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാൻ തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലൂടെ മൃതദേഹം BJT ഹാളിലേക്ക്. അവസാനമായി ആ ശരീരം ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും വിവിധ തുറകളിലുള്ളവർ വെമ്പൽ കൊണ്ടു.